ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നാളെ നേരം വിളിക്കുമ്പോ ഇവിടുന്ന് പൊയ്ക്കൊള്ളണം. അഥവാ നീ പോയില്ലെങ്കിൽ ഇത് നിന്റെ പേരിലുള്ള വീടായതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോകും. പറഞ്ഞേക്കാം. നിന്റെ വിശദീകരണങ്ങളൊന്നും എനിക്ക് നീ കേൾക്കണ്ട. എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ കയറി ഇടപെടാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. ഇറങ്ങടി വെളിയില്. അച്ഛൻ എന്നോട് ഇത്രയ്ക്ക് വെറുപ്പാണോ അച്ഛ? പക്ഷെ എന്നെ പോലൊരു മകൾ ഉണ്ടാവണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് അച്ഛനല്ലേ? എനിക്ക് ഋതിക എന്ന് പേരിട്ടത് അച്ഛനല്ലേ? ഒരു കാലത്ത് അച്ഛൻ എന്നെ ജീവനെ പോലെ സ്നേഹിച്ചിരുന്നില്ലേ? അച്ഛൻ എന്നെ പണ്ട് പ്രാണനായിരുന്നില്ലേ അച്ഛ? എത്രത്തോളം അച്ഛൻ എന്നെ സ്നേഹിച്ചു അത്രത്തോളം അച്ഛൻ എന്നെ വെറുക്കാൻ തുടങ്ങി. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ അച്ഛ അച്ഛൻ എന്നെ ഇങ്ങനെ വെറുക്കുന്ന? ഞാൻ എന്ത് പാപം ചെയ്തിട്ടാ അച്ഛ അച്ഛൻ എന്നെ ഇങ്ങനെ ആട്ടി പുറത്താക്കുന്ന? അമ്മയും അച്ഛനും തമ്മിൽ പിണങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനുത്തരവാദി നിങ്ങൾ തന്നെയല്ലേ, ഞാനല്ലല്ലോ. എന്തായാലും എന്റെ അച്ഛൻ എനിക്ക് ദൈവം തന്നെയാ. അച്ഛനെ പ്രാർത്ഥിച്ചിട്ടാ ഞാൻ ദൈവങ്ങളെ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ഇപ്പൊ എന്നോട് വെറുപ്പാണെങ്കിലും പണ്ടച്ഛൻ എന്നെ സ്നേഹിച്ചിരുന്നല്ലോ. ആ അറിവ് മാത്രം മതി അച്ഛ എനിക്ക് ജീവിതത്തിൽ സന്തോഷിക്കാൻ. അച്ഛൻ അന്ന് തന്ന ആ ഒരു സ്നേഹം മതി. മകളായ എനിക്ക് അച്ഛന്റെ സ്നേഹത്തിന്റെ കടൽ മുറിയിൽ കയറി എനിക്ക് മാപ്പ് തരണം.